നമസ്കാരം. സമാനതകളില്ലാത്ത ക്രൂരത എന്ന് കേരളം വിധിയെഴുതിയ മാറാട് കലാപത്തിന് ഇന്ന് 10 വയസ്സ് തികയുന്നു. വാർത്തകൾ കാണാം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട്. പവർഡ് ബൈ 18 വയസ്സ് തികഞ്ഞ ആർക്കും ഇനി ഡിഗ്രി ചെയ്യാം. യൂണിറ്റി കോളേജ് കല്ലായി റോഡ് കോഴിക്കോട്. സമാനതകളില്ലാത്ത ക്രൂരത എന്ന് കേരളം വിശേഷിപ്പിച്ച മാറാട് കലാപത്തിന് ഇന്ന് 10 വയസ്സ് തികയുന്നു. NRIG വർക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുന്നിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. ഫോക്കസ് ഇമ്പാക്ട് ചേളാരി ചുള്ളോട്ടുപറമ്പ് റോഡ് നവീകരണം ആരംഭിച്ചു. കേരളം കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുമ്പോൾ ചുള്ളോട്ടുപറമ്പ് തേഞ്ഞിപ്പലം പഞ്ചായത്തിൽ 94 കുടുംബങ്ങളുടെ കുടിവെള്ളക്ഷാമം ഇതുവരെ പരിഹരിക്കാതെ അധികാരികൾ. വിശദമായ വാർത്തകളിലേക്ക്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരമില്ലാതെ തെളിയാത്ത മാറാട് കഥ, സമാനതകളില്ലാത്ത ക്രൂരത എന്ന് വിശേഷിപ്പിച്ച മാറാട് കലാപം നടന്നിട്ട് ഇന്ന് 10 വർഷം തികയുന്നു. 2003 മെയ് 2 നടന്ന മാറാട് കൂട്ടക്കൊല കേരള ചരിത്രത്തിലെ അപൂർവ സംഭവങ്ങളിൽ ഒന്നായിരുന്നു. കേരളത്തെ ഞെട്ടിച്ച ഒരു കലാപം 2003 മെയ് 2 മാറാട് കൂട്ടക്കൊല കേരള ചരിത്രത്തിലെ അപൂർവ സംഭവങ്ങളിലൊന്ന്. ക്രിമിനൽ കേസുകളിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒന്ന്. അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണി മാറാട് കൂട്ടക്കൊലയെ വിശേഷിപ്പിച്ചത് സമാനതകളില്ലാത്ത ക്രൂരത എന്നാണ്. ആ കാരണം മുൻനിർത്തി മാറാട് കേസ് വിചാരണയ്ക്കായി സർക്കാർ പ്രത്യേക കോടതിയെ തന്നെ നിശ്ചയിച്ചു. ഈ കേസ് ലോകം ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും ഒരു പ്രകോപനവുമില്ലാതെ 8 പേരെ അരിഞ്ഞു വീഴ്ത്തിയ കേസിൽ കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ നൽകുമെന്ന് ലോകം ശ്രദ്ധാപൂർവം വീക്ഷിച്ചു. എന്നാൽ 139 പേർ വിചാരണ നേരിട്ട കേസിൽ 6 പേരെ കുറ്റക്കാരാണെന്ന് വിധിച്ച കോടതി ഇതിൽ 62 പേരെ കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയാണുണ്ടായത്. റിവിഷൻ പരാതിയിൽ പിന്നീട് ഹൈക്കോടതി 26 പേരെ വീണ്ടും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. 2002 നടന്ന കലാപത്തിൽ 3 മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടതിന്റെ തിരിച്ചടിയായാണ് 2003 ഇത്തരം ഒരു കൂട്ടക്കൊലയ്ക്ക് മാറാട് സാക്ഷിയായത്. എന്നാൽ ഇന്ന് ഏറെക്കുറെ നാൾ ദുരന്തങ്ങളും ദുരിതങ്ങളും അപമാനവും മാത്രമായിരുന്നു മാറാടുകാർക്ക് കൂട്ട്. എന്നാൽ ഇന്ന് കാലങ്ങൾ പിന്നിട്ടപ്പോൾ മാറാട് സ്നേഹത്തിനും സാഹോദര്യത്തിനും ഏറെ വില